ഇത് നമ്മൾ ചക്കപ്രഥമൻ്റെ വീഡിയോ ആണ് കേട്ടോ ഓടുന്നത്. കുറേ കാലമായി വെക്കേഷൻ സമയത്ത് ചക്ക വരട്ടി വെച്ചതാണ്. പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കാണിക്കുക വെച്ചിട്ടാണ്. ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ടാണ്. ഏട്ടനും ഇന്ന് ഒഴിവുള്ള ദിവസമാണ്, എനിക്കും അതെ വലിയ തിരക്കുകളില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്ന് ചക്കപ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിലാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ പോലെ നൂതന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വാദൊന്നും കൂട്ടണില്ല. പഴയ രീതിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്രഥമൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. തലേ ദിവസം നേരേക്ക് വേവിച്ച് വെച്ച ചക്കയാണ് കേട്ടോ ഇത് ചൂടാറിയിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കണം. തലേ ദിവസം വേവിച്ച് വെക്കുകയാണ് നല്ലത്. എന്നാലാണ് നമുക്ക് നല്ലോണം ആറി മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല മയത്തിൽ അടിച്ചെടുക്കണം. എന്നിട്ടാണ് വരട്ടിയെടുക്കുന്നത്. 4 ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ശർക്കരയുടെ അളവാണ് കാണിക്കുന്നത്. ഇങ്ങനെ വരട്ടിയെടുത്ത ചക്കയിൽ നിന്ന് 1 കിലോ ചക്ക വരട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ചക്കപ്രഥമൻ റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നാളികേരം ചിരകുകയാണ് കേട്ടോ. ഞാനാണ് നാളികേരം ചിരകണേ. 3 മീഡിയം സൈസ് നാളികേരമാണ് ചിരകണത്. നാളികേരം ചിരകി പാലായിട്ട് വേണം നമുക്ക് ഉരുളി അടുപ്പത്തേക്ക് വെക്കാൻ. ചക്ക വരട്ടി വെച്ചത് ആ പാലിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഏട്ടനാണ് നാളികേരം പിഴിയണത്. നല്ലോണം തിരുമ്മും ആദ്യം, എന്നിട്ടാണ് പിഴിയുക. 1-ാം പാലെടുക്കുക. 2 പാലേ എടുക്കണുള്ളൂ. ആദ്യം നല്ലോണം തിരുമ്മിക്കഴിഞ്ഞ ശേഷം പിഴിഞ്ഞെടുക്കുകയാണ് പാല്. ആ 1-ാം പാല് റെഡിയായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് എടുത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കണം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുക. അങ്ങനെയാണ് 2-ാം പാല് റെഡിയാക്കുക. ആദ്യം 1-ാം പാല് റെഡിയാക്കി അത് മാറ്റി വയ്ക്കണം. ഉരുളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാം പാല് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് മുഴുവനായിട്ട് പോരണം അതിന്ന്. നാളികേരത്തിൻ്റെ ചണ്ടി അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ലാസ്റ്റ് കിട്ടിയതിൽ നിന്ന് വീണ്ടും ഊറ്റിയെടുക്കുകയാണ്. അത് അരിച്ചെടുക്കുകയാണ് ചെയ്യുക. കുറച്ചേ ഉണ്ടാവുള്ളൂ 1-ാം പാല്. അത് ലാസ്റ്റാണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മളത് 1-ാം പാല് റെഡിയാക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കും. നല്ലോണം അതിൻ്റെ സത്തൊക്കെ നല്ലോണം പോരണം. അപ്പോൾ അത് ഒന്നും കൂടി നല്ലോണം അമർത്തി പിഴിഞ്ഞെടുക്കുകയാണ് അരിപ്പയിലിട്ടിട്ട്. ഇതാ 1-ാം പാല് റെഡി ആയി കേട്ടോ. നമ്മുടെ പാല് റെഡിയായി കഴിഞ്ഞപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് ഉരുളി ഉണ്ടായിരിക്കുക. 2-ാം പാലാണ് ആദ്യം ഒഴിക്കുക. 2-ാം പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിക്കും. എന്നിട്ട് അതിലേക്ക് ചക്ക വരട്ടി വെച്ചത് ചേർത്ത് ഇളക്കി അതിങ്ങനെ ലൂസാക്കി എടുക്കണം. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട്. അങ്ങനെയാണ്. 1 കിലോ ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചക്കയിൽ നമ്മൾ ശർക്കര ചേർത്തിട്ടാണ് വരട്ടി വെച്ചിട്ടുള്ളത്. ഒരു 5-6 ശർക്കര ചേർത്തിട്ടുണ്ടാവും. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ശർക്കര. അത് കഴിഞ്ഞ് ഇവിടെ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഒരു 10 അച്ചോളം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12 മുതൽ 15 അച്ച് വരെ ശർക്കര വേണ്ടി വരും. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച്. നല്ലോണം മധുരം വേണമെങ്കിൽ 15 അച്ചൊക്കെ ചേർക്കാം, ടോട്ടൽ പറയുകയാണെങ്കിൽ. ചക്കയിലത്തെയും ഇതിൽ നേരിട്ട് കൂട്ടണതും അടക്കാം. നമ്മൾ വേവിച്ച് വരട്ടി പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പാക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതിനോടിങ്ങനെ ചേർത്ത് നല്ലോണം ഇളക്കി ലൂസാക്കി എടുക്കണം. നല്ലോണം അത് പാലിൽ കിടന്ന് വെന്ത് മിക്സായി വരണം. അതുവരെ അടി തട്ടാണ്ട് ഇളക്കി അടി പിടിക്കാണ്ട് എടുക്കണം. ഇതിപ്പോൾ 10 അച്ചോളം ശർക്കര നമ്മൾ ഉരുക്കി വെച്ചതാണ് കാണിക്കുന്നത്. ഇതിലൊരു ഭൂരിഭാഗവും വേണ്ടി വരും പായസത്തിലേക്ക്. അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം.
നമ്മുടെ ചക്കപ്പുത്തം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പാലൊഴിച്ചിട്ട് ഇതിങ്ങനെ ജ്യൂസാക്കി എടുക്കുക ചെയ്യുന്ന ചക്ക. ആദ്യം കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു. 5 കപ്പ് പാലാണ് ഉണ്ടായിരുന്നത് രണ്ടാം പാല്. അത് മുഴുവനായിട്ട് ഒഴിച്ചു. ചക്ക മുഴുവനായിട്ട് ജ്യൂസായി കഴിഞ്ഞു. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. വെട്ടി തിളച്ച് വരണം. ഒരു കിലോ ചക്കയാണ് എടുത്തിട്ടുള്ളത്. 3 നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരം 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ശർക്കര അതിന് മുന്നേ കുറച്ച് ഒഴിച്ചു. 10 ശർക്കരയാണ് ഒഴിക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പകുതി ശർക്കര ആദ്യം ഒഴിച്ചു. ഇപ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു. ഞങ്ങൾക്കൊക്കെ നല്ലോണം മധുരം വേണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം. അപ്പോൾ ഇത്ര മധുരം വേണ്ടാത്തവർക്ക് ഇത്ര തന്നെ വേണ്ടി വരില്ല. ഇത് നല്ലവണ്ണം വെട്ടിത്തളിച്ച് ഉരുളി പാകമാവണം. എന്നിട്ടാണ് ഇത് വാങ്ങിയിട്ട് 1 പാൽ ഒഴിക്കുക. വാങ്ങിയിട്ടാണ് ഒഴിക്കുക അല്ലേ? വാങ്ങിയിട്ട് പാകാവുന്ന വെള്ളം പാകാവുന്ന വരെ നല്ലോണം വെട്ടി തിളയ്ക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര ഒഴിക്കേണ്ടി വരുമോ? ഇനി വേണ്ടി വരുന്നുണ്ടാവില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. സൗമ്യത വരാൻ അല്ലേ? ശർക്കരയുടെ കുത്ത് കുറയാൻ. ശർക്കരയുടെ കുത്ത് കുറയാൻ പഞ്ചസാര ചേർക്കാന്നാണ് പറയുക. സൗമ്യനാവാനാണ് പായസം. പിന്നെ അവസാനം കുറച്ച് ചുക്ക് അരച്ചിട്ട് ചേർക്കും. എന്ന് വെച്ചാൽ ചക്കയ്ക്ക് ചുക്ക് എന്താ പറയുക, ചക്ക ചെന്നിട്ടുള്ള കേട് തീരാൻ ചുക്ക് നല്ലതാണ്. അപ്പോൾ 1 പാലിൽ ചുക്ക് അരച്ച് 1 പാലിൽ ചേർത്ത് അത് വാങ്ങി വെച്ചിട്ടാണ് ചേർക്കുക. അതിൽ അങ്ങനെയാണ് വേണ്ടത്. ചിലപ്പോൾ ചുക്ക് പൊടിച്ചിടാം, അങ്ങനെയില്ലേ? പൊടിക്കാം അല്ലെങ്കിൽ അരയ്ക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നുമില്ല. അത് വേണമെങ്കിലാവാം. നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപയോഗിക്കലില്ല. പഴയ കാലത്തില്ല. പണ്ടത്തെ സിസ്റ്റത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമില്ല. ഇപ്പൊക്കെ ഉണ്ടാവും. ചക്കയുടെ സ്വാദ് കുറയുന്ന പറയാ. ചക്കയുടെ ഒറിജിനൽ ടേസ്റ്റ് വേണമെങ്കിൽ അതിൽ വേറൊന്നും ചേരാൻ പാടില്ല. പഴയ ഒരു സമ്പ്രദായത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ ആ സിസ്റ്റപ്രകാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത്ര ചുക്കാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഈ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വെക്കണം, ഒന്ന് ചൂടാവാൻ. അതുപോലെ ജാറൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം വാർന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇതൊന്നും ഇവിടെ വെച്ചാൽ ഒന്ന് ചൂടായി കിട്ടും ചെയ്യും. പണ്ടൊക്കെ അമ്മീമ്പിലാണ് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുക. ഇന്നിപ്പോൾ അമ്മിയൊന്നും ഉപയോഗിക്കാത്ത കാലമല്ലേ. അപ്പോൾ നമ്മൾ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്. ഒന്ന് ചൂടായാൽ പൊടിക്കാൻ എളുപ്പമുണ്ടാവും. പൊടിയാൻ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചക്കപ്രഥമൻ. കൊല്ലം ചക്കക്കാലത്ത് വരട്ടി വെച്ച ചക്കയാണ്. ശർക്കര നമ്മൾ ആ വരട്ടണ സമയത്ത് തന്നെ ശർക്കര കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ 10 ശർക്കര ഉരുക്കി അതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഥമൻ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചു. ചുക്ക് പൊടിച്ചത് നല്ലോണം 1 പാലിൽ ചേർത്ത് ഇളക്കുകയാണ്. എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുക. അടുപ്പത്ത് വെച്ചും കൊണ്ട് ചേർക്കരുത്. അടുപ്പത്തു നിന്ന് ഇറക്കിയിട്ട് വേണം പ്രഥമനിലേക്ക് ചേർക്കാൻ. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കാം. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിടാം. ഏലക്കായൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമായി മാറും. ചക്കയുടെ ഒറിജിനൽ ടേസ്റ്റൊന്നും അവിടെ വരില്ല. അതൊക്കെ അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്. പിന്നെ നാളികേരം ചെറുതാക്കി നുറുക്കിയിട്ട് നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം. പഴപ്രഥമനിലൊക്കെയാണ് സാധാരണ ഞങ്ങളൊക്കെ ചേർക്കാറുള്ളത്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം. അപ്പം ഇവിടെ ഞങ്ങൾ വേറൊന്നും ചേർക്കണില്ല. ചുക്ക് നല്ലോണം ഇളക്കി പായസത്തിലേക്ക് ചേർക്കുകയാണ്. നല്ലോണം ഇളക്കണം എന്നിട്ട് പായസം. കാരണം 1 പാലിൻ്റെ കൊഴുപ്പും ചുക്കിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിലാണ് ഇളക്കേണ്ടത്.
അതിൻ്റെ ആ ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ നല്ല കൊഴുത്ത ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ പ്രഥമൻ്റെ കളർ തന്നെ മാറി. നല്ല ഭംഗിയുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പ്രഥമനാണ് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രഥമൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി അത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. പ്രഥമൻ വാങ്ങി വെച്ചതിന് ശേഷം ഒരു മയം വരാനായിട്ട് ശർക്കരയുടെ കുത്ത് ഒഴിവാക്കാനായിട്ട് 4-5 സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഉപ്പ് മധുരം പൊന്തണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേരണം എന്നാണ് പറയുക. ഇനി അത് ഇരുന്ന് തണുക്കണം, പാത്രഭാഗം വരണം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഉരുളിയിൽ തന്നെ കുറച്ച് നേരം കൂടി വെക്കുകയാണ്. ചൂടാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പാത്രഭാഗത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ന് പറഞ്ഞോളൂ. വെച്ച പാത്രത്തിൽ ഇരുന്നിട്ട് ഒരു പാകം വരാണ്. പാത്രഭാഗം ആ ചൂടിലിരുന്ന വെള്ളവും എല്ലാം കൂടി ഒരു യോജിപ്പ് വരാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങാൻ. ആ പാത്രഭാഗത്തിൻ്റെ സമയം കൂടി കണക്കാക്കിയിട്ട് ഒന്നുകൂടി ഇരുന്നൊരു കൊഴുപ്പ് വരും അല്ലേ. കുറച്ചധികം നേരം അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ടാവുമ്പോൾ അധികം നമുക്ക് ഇലയിലൊന്നും കഴിക്കാൻ പറ്റാത്തൊരു പാകത്തിലായി മാറും. അപ്പോൾ നമ്മൾ ആ പാത്രഭാഗത്തിനുള്ള സമയം കൂടി കണ്ടെത്തിയിട്ട് വേണം വാങ്ങാൻ. അതായത് വല്ലാണ്ട് കട്ടിയായിട്ടല്ല വാങ്ങി വെക്കേണ്ടത്. ഇരുന്നൊന്ന് ഇത് വരാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കാൻ, ഉരുളി ഇറക്കാൻ. വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയ അടുപ്പിലേക്ക് ലേശം ഒഴിക്കണം. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം ആരും പതിവൊന്നുമില്ല. ഗണപതിക്ക് അഗ്നിക്ക് കൊടുക്കുകയാണ്. അത് ഉണ്ടാക്കി തരുന്നതിന് ഒരു നന്ദി. ആ സാധനം നല്ല ഇതായി നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് ഈശ്വരന് കൊടുക്കുകയാണ്. മുമ്പൊക്കെ സ്ഥിരം എന്നും അടുപ്പ് കത്തിക്കുമ്പോൾ ആദ്യം ഇവിടെയൊക്കെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്, അടുപ്പിൽ ഹോമിച്ചിട്ടാണ് എന്തെങ്കിലും വെക്കുള്ളൂ. നാളികേരം, ശർക്കര, അവില്, മലര് ഇതൊക്കെ അടുപ്പിൽ ഹോമിക്കും. എന്നിട്ടാണ് ദിവസേന അങ്ങനെ ചെയ്യണ പതിവുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാതെ ആയി. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും അടുപ്പിനാണ് ആദ്യം കൊടുക്കുക. എന്നിട്ടാണ് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു വിശ്വാസമാണ് അതൊക്കെ. ചക്കപ്രഥമൻ നല്ല യോജിപ്പൊക്കെ ആയി കേട്ടോ. പാത്രഭാഗമൊക്കെ വന്നു. കഷ്ടി 1 മണിക്കൂറായിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്. നല്ലോണം തണുത്ത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കത് വന്ദനയ്ക്കും നയനയ്ക്കും കൊടുക്കുകയാണ്. ഇവരാണ് ഉദ്ഘാടനം ചെയ്യണം കേട്ടോ. ശരിക്കും ഇലയിലൊഴിച്ച് അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഗ്ലാസ്സിൽ ഒഴിച്ച് അവർക്ക് 2 പേർക്കും കൊടുക്കാം. നല്ല സന്തോഷമുള്ള ദിവസമായി കേട്ടെന്ന്. 2 പേർക്കും. നയനൊന്ന് സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടിരിക്കുകയാണ്. വന്നപ്പോഴേക്കും ഞങ്ങൾ നയന പോകുമ്പോൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും സർപ്രൈസായിട്ട് ചക്കപ്രഥമൻ 2 പേർക്കും കൊടുത്തു. നല്ല സ്വാദുണ്ട് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു.